താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. എങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവരുടെ സംശയമാണ് നിങ്ങളുടെ, അല്ലേ? പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ആ സംശയമില്ലേ? സംശയം ഇതൊരു മുൻകരുതലാണ്. എന്തിൻ്റെ? ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ശരിയായ വിധം നമുക്ക് ദൈവം പ്രസാദിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പിന്നെയും ആ പ്രാർത്ഥനയെ തിരുത്തുന്നു, പിന്നെയും പ്രാർത്ഥിക്കുന്നു, ശരിയാകുന്നില്ല, തിരുത്തുന്നു, ശരിയാകുന്നില്ല, തിരുത്തുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന പഠിച്ച് അവസാനം ശരിയാക്കി മറുപടി പ്രാപിച്ചെടുക്കുന്നു. അയ്യോ, ഒത്തിരി ദിവസങ്ങളൊക്കെ പോകും, അല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എങ്ങനെ ശരിയായി പ്രാർത്ഥിക്കാം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. പല നിലകളിലുള്ള ഉത്തരം അത് നമുക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കാറുണ്ട്. സഭകൾ പല നിലകളിൽ പ്രാർത്ഥിക്കുവാൻ തങ്ങളുടെ ഭക്തന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, പ്രാപ്തരാക്കുന്നുണ്ട്. എഴുതി തയ്യാറാക്കിയ പ്രാർത്ഥനകളുണ്ട്, വാമൊഴിയായി ചൊല്ലി പഠിച്ച പ്രാർത്ഥനകളുണ്ട്, സ്വന്തം നിലയിൽ പ്രാർത്ഥിച്ച് തകർക്കുന്ന പ്രാർത്ഥനക്കാരുണ്ട്, അല്ലേ? ഇങ്ങനെ പല നിലകളിലുള്ള പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയുടെയും പിന്നിലുള്ള ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ: ശരിയായി പ്രാർത്ഥിക്കണം, വേഗത്തിൽ നമ്മൾ എന്ത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന് മറുപടി പ്രാപിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ശരിയായ പ്രാപിച്ച പ്രാർത്ഥനകൾ ഒത്തിരി നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിലും അവയിലും വിശ്വാസമേറിയ പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് പ്രാപിച്ചവരുടെ ചരിത്രവും. അപ്പോൾ ഇന്ന് രണ്ട് ഭക്തന്മാർ പ്രാർത്ഥിച്ച് പ്രാപിച്ച പ്രാർത്ഥനയ്ക്കൊപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമായി ശരിയായി ആ ഭക്തന്മാർ പ്രാർത്ഥിച്ചു പ്രാപിച്ചതുപോലെ നമ്മളും അവർക്കൊപ്പം ചേർന്ന് പ്രാപിക്കും. പ്രാർത്ഥിച്ച ആ രണ്ടുപേർ അവർ കുരുടന്മാരാണ്, അവർ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. അർത്ഥം ലോകത്തിൽ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന അവരുടെ ചുറ്റുപാടിൽ വെളിച്ചമില്ലെന്നല്ല, വെളിച്ചമുള്ള ലോകത്തിലാണ് അവർ ജീവിക്കുന്നത്. എല്ലാം നല്ലതും കാണുന്നവരുടെ മധ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ ഇരുട്ടിലായിരിക്കുന്നു. അവർക്ക് ചുറ്റും ഇരുട്ട് മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ എല്ലാം ഉണ്ട്, എല്ലാം നല്ലതായി സംഭവിക്കുന്ന അതേ ലോകത്തിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കുള്ളതോ ഇരുട്ട് മാത്രം. നല്ലതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇരുട്ട് പിടിച്ച ജീവിതം, തൊഴിലില്ലായ്മ എന്ന ഇരുട്ട്, വരുമാനമില്ലായ്മ എന്ന ഇരുട്ട്, ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല, നമുക്കൊപ്പമുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റി കൊടുക്കുവാൻ കഴിയുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ഇരുട്ടാണ്. അയ്യോ, എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന വിധം ഇരുട്ട്, അല്ലേ സഹോദരി? കുടുംബജീവിതം ഇരുട്ടായിരിക്കുന്നു. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. ഭർത്താവിൻ്റെ വഴിക്ക്, മക്കളുടെ വഴിക്ക്, പിന്നെ എന്ത് നല്ലത്, അല്ലേ? വെളിച്ചമില്ല. തലമുറകളുടെ ഭാവി ഇരുട്ടിലായിപ്പോയി. പഠിപ്പിച്ചതിനൊത്തവണ്ണം എങ്ങും എത്തുവാൻ അവർക്കായിട്ടില്ല. അവർ പരാജയപ്പെട്ടു പോയി. പരാജയം ഇരുട്ട് നിറഞ്ഞ ജീവിതം അവർക്ക് സമ്മാനിക്കുന്നു. അവരുടെ ഭാവി ഇരുട്ടിലായി തീർന്നിരിക്കുന്നു. നല്ല വിവാഹം നടക്കുന്നില്ല, ഇരുട്ടാണ്. നല്ല ജോലികൾ കിട്ടുന്നില്ല, ഇരുട്ടാണ്. അഡ്മിഷൻ കിട്ടുന്നില്ല, ഇരുട്ടാണ്. മോശം സ്വഭാവം, ഇരുട്ടാണ്. ബാധ്യതകൾ, ഇരുട്ടാണ്. കടം, ഇരുട്ടാണ്. തകർച്ച, ഇരുട്ടാണ്. രോഗം, ഇരുട്ടാണ്. ആത്മീയമായ അധംപതനം, ഇരുട്ടാണ്. ഇങ്ങനെ ഇരുട്ട് നിറഞ്ഞ, ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ഇരുട്ടിലായിരിക്കുന്നു. അതിനർത്ഥം ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കുന്നു എന്നല്ല. നിങ്ങളായിരിക്കുന്ന അതേ സ്ഥാനത്ത് സന്തോഷിക്കുന്നവരുണ്ട്, അല്ലേ? നിങ്ങൾ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്, ഇരുട്ടാണ്. അർത്ഥം നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെല്ലാം പ്രശ്നത്തിലാണെന്നാണോ? അല്ല, അവിടെ വെളിച്ചത്തിലായിരിക്കുന്നവരുമുണ്ട്. സഹോദരി, നിന്നെപ്പോലെ വിവാഹം കഴിഞ്ഞ ഒത്തിരി പേർ സന്തോഷമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ നീ ഇരുട്ടിലാണ്. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ അവർ ഇരുട്ടിലാണ്. അവർ മുഖാന്തരം നിങ്ങളും ഇരുട്ടിലാണ്. പക്ഷേ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന, മക്കൾ മുഖാന്തരം അഭിമാനിക്കുന്ന, വെളിച്ചമുള്ള ലോകത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഇരുട്ടിലാണ്. അങ്ങനെ ഇരുട്ടിലായിപ്പോയ രണ്ട് കുരുടന്മാർ, കാഴ്ചശക്തി ഇല്ലാത്തവർ, അവർ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ വചനം വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ
ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു മീൻസ് അവർ വെളിച്ചമുള്ള ലോകത്തിലേക്ക് എൻട്രായി. അവർ ഇരുട്ട് നിറഞ്ഞ ലോകത്തിലായിരുന്നു, അവർ ഇരുട്ടിലായിരുന്നു. യേശു അവരെ തൊട്ടു. അവർ വെളിച്ചമുള്ള ലോകത്തിലേക്ക് എൻട്രായി. അവരുടെ മുൻപിൽ വെളിച്ചം മാത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ, അതേ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, നിങ്ങൾ വെളിച്ചത്തിലേക്ക് എൻട്രാവാൻ പോവുക. സ്തോത്രം. ആ ഇരുട്ട് മാറിപ്പോകുവാൻ പോവുക. അതേ, കണ്ണു തുറന്നാൽ കാണുന്ന ഇരുട്ട്, കൂരിരുട്ടിൻ്റെ അനുഭവം നല്ലതൊന്നും ജീവിതത്തിൽ കാണുവാനും അനുഭവിക്കുവാനും കഴിയാതെ ആ ഇരുട്ടിലായിരിക്കുന്ന, ഇരുട്ടിൽ തപ്പി തടയുന്ന അനുഭവം അത് മാറുവാൻ പോകുക. ഉറച്ച കാൽവെപ്പുകളോടെ മുൻപോട്ട് നടക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അത് ഉറച്ച കാൽവെപ്പുകളോടെ. അത് ഇരുട്ടത്തല്ല, അത് വെളിച്ചത്താണ്, അല്ലേ? ഉറച്ച കാൽവെപ്പുകൾ ഉണ്ടാകുന്നത് വെളിച്ചത്തിലാണ്. ഇരുട്ടത്ത് അങ്ങനെ കാൽവെക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുഴിയിൽ വീണു പോകും. അതുകൊണ്ട് പേടിച്ച ഓരോ കാൽവെപ്പും വലിയ പേടിയാ. എന്ത് ചെയ്താലും പേടിയാ, എങ്ങോട്ട് നോക്കിയാലും പേടിയാ. വാ തുറക്കാൻ പേടിയാ, അല്ലേ സഹോദരി? ആ വീട്ടിനകത്ത് വാ തുറക്കാൻ പേടിയാ. സഹോദര, വാ തുറക്കാൻ പേടിയാ. നിന്റെ ഭാര്യയുടെ മുമ്പിൽ വാ തുറക്കാൻ പേടിയാ. വല്ലതും വാ തുറന്ന് പറഞ്ഞാൽ ഇവൾ ഇട്ടിട്ട് പോകും. ആകെപ്പാടെ ഒരു വയലൻ്റ് മൂഡിൽ നിൽക്കുക, അല്ലേ സഹോദരി? നിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. വാ തുറന്നാൽ എല്ലാവരും കൂടെ നിനക്ക് പണി തരും, ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. സഹോദരൻ, ആ ജോലി സ്ഥലത്ത് വാ തുറന്ന പ്രശ്നമോ. മക്കളോട് വാ തുറന്നാ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പറയണമെന്നുണ്ട്, എന്നാ പറയാൻ കഴിയുന്നില്ല. പറഞ്ഞേ പറ്റത്തുള്ളൂ, പക്ഷേ പറഞ്ഞാൽ പോയി. വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ മാറുകയാണ്. വെളിച്ചം പറയേണ്ടത് പറയുവാനും ചെയ്യേണ്ടത് ചെയ്യുവാനും തക്കവണ്ണം എന്നെ കേൾക്കുന്ന നിങ്ങളെ കർത്താവ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. യേശുവിൻ നാമത്തിൽ ആമേൻ. അതെ പറയേണ്ടത് പറയുവാൻ പോകുക. മാതാവേ പിതാവേ, പറയേണ്ടത് പറയുവാൻ, നീ പറയേണ്ടത് പറയുവാൻ പോകുക. സഹോദര, നിന്റെ ഭർത്താവിനോട് സ്തോത്രം, നിന്റെ ഭാര്യയോട് നീ പറയേണ്ടത് പറയുവാൻ പോകുക. സ്തോത്രം. നീ പറയേണ്ടത് പറയുവാൻ തക്കവണ്ണം കാൽവെപ്പുകൾ ഇരുട്ട് മാറുക. വെളിച്ചത്തിലേക്ക് നിങ്ങൾ നടക്കുവാൻ പോവുക. അപ്പോൾ നോക്കിയേ, 2 കുരുടന്മാർ, അവർക്ക് ചുറ്റും വെളിച്ചമുണ്ട്, പക്ഷേ അവർക്ക് അനുഭവിക്കുവാനേ കഴിയുന്നില്ല. അയ്യോ, വെളിച്ചമുണ്ട്, പക്ഷെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പലരുടെയും സങ്കടം അതാ. എല്ലാം ഉണ്ട്. ദൈവദാസനെ വലിയ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പക്ഷേ ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നെപ്പോലെ ഈ നിലയിൽ എത്താത്ത, അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ജോലിയില്ലാത്ത, ഇങ്ങനെയുള്ള ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത പലരും സന്തോഷമായി ജീവിക്കുന്നു. പക്ഷെ എനിക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല. സന്തോഷിക്കുവാൻ വേണ്ടതുണ്ട്, പക്ഷെ സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല. സന്തോഷത്തെ ശത്രു തല്ലിക്കെടുത്തി ഇരുട്ടിലാക്കിയിരിക്കുന്നു. ടെൻഷൻ, നിരാശ, വേദന, അല്ലേ സഹോദരി? നല്ല ഭർത്താവ്, നല്ല കുടുംബം, പക്ഷേ സന്തോഷമില്ല. നല്ല മക്കൾ, പക്ഷേ ആ മക്കളുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. മക്കൾ മറ്റാരുടെയൊക്കെ വാക്കിന് പിന്നാലെ പോകുന്നു. മാതാവേ പിതാവേ, നിങ്ങളുടെ സങ്കടം, നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നതേ ഇല്ല. നിന്നെ കല്യാണം കഴിച്ചവൻ വേറെ ആരെയോ കല്യാണം കഴിച്ചതുപോലെ ജീവിക്കുന്നു. വേറെ ആരുടെയോ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുന്നു. അതെ, ഒരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാം ഉണ്ട്. വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, പക്ഷെ അതിനൊത്തവണ്ണമുള്ളതില്ല. ആരോഗ്യമുണ്ട്, അതിനൊത്തവണ്ണമുള്ളത് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല. ഒരിടത്തു നിന്നും പലതും ചെയ്തു, ആ ചെയ്തതിനൊത്തവണ്ണമുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ആ ബിസിനസ് ആ രാജ്യത്ത് കടന്നുപോയി നന്മ പ്രാപിക്കുവാൻ വേണ്ടിയാണ്, പക്ഷെ അതിനൊത്തവണ്ണമുള്ളത് കിട്ടുന്നില്ല. അതെ, പലതും ഉണ്ട്, അതിൽ നിന്ന് അനുഭവിക്കേണ്ട സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പലതും ചെയ്തു, ആ ചെയ്തതിൻ്റെ റിസൾട്ട് സന്തോഷം അനുഭവിക്കുന്നതിന് തക്കവണ്ണം വന്നു ചേരുന്നില്ല. അങ്ങനെ എല്ലാം ഉണ്ട് ചുറ്റും, പക്ഷേ ഇവർക്ക് അത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇവരുടെ ലോകം ഇരുട്ട് പിടിച്ചൊരു ചെറിയ ലോകമായി മാറിയിരിക്കുന്നു. ആ ലോകത്തവരായിരിക്കുമ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയാണ്. എൻ്റെ മുൻപിലായിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെ തട്ടിയും തടഞ്ഞും
വീണ്ടും എഴുന്നേറ്റ് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ അകലെയായപ്പോയ ലക്ഷ്യത്തെ ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന നിങ്ങളെ പോലെ. അല്ലേ? ലക്ഷ്യം അകലെയായിപ്പോയി, എത്താൻ പറ്റത്തില്ല. അത് വല്ലാത്ത അവസ്ഥയാണ്. യേശുവിനെ കുറിച്ച് കേട്ടു. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ മുതൽ തുടങ്ങുകയാണ്. അവരെന്താ ചെയ്യുന്നത്? അവർ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. ഇതൊരു തിരിച്ചറിവാണ്, പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട ആദ്യത്തെ തിരിച്ചറിവ്. ദൈവം അവൻ കരുണാമയനാണ്. അവനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം അവൻ്റെ കരുണയാണ്, നമ്മുടെ കഴിവല്ല. ലോകം ഇന്ന് ഭക്തനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ട് നീ ദൈവത്തിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കണം. പിടിച്ചെടുത്തതും തന്നെ ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കുവാനുള്ള കഴിവ്. അതെന്ത് കഴിവാ? തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ വചനം പറയുന്നു നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവം കരുണയുള്ളവനായതുകൊണ്ട്. അവൻ കൃപ തോന്നി, ദയ തോന്നി. അതെ. അപ്പോൾ അവർ വിളിക്കുക, കർത്താവേ, യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങൾക്ക് പറയുവാൻ, മേന്മ പറയുവാൻ, നിന്നോട് അതെ ചോദിച്ചു വാങ്ങുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, ക്ലൈം ചെയ്യുവാൻ, വാദിക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ യോഗ്യരല്ല. എങ്കിലും നീ കരുണാമയനായതുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നി. അതെ, ഞങ്ങളോട് കരുണ തോന്നണമേ. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. അവർ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ, 29-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ഒരു ചിന്ത, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുമോ, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കിട്ടുമോ, ഇങ്ങനെ ചോദിക്കാമോ, ദൈവം ഇങ്ങനെയൊക്കെ തരുമോ? കാരണം ലോകം അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്നത്. ചിലർ പറയുന്നത് മാത്രമേ, അവർക്ക് കിട്ടിയത് മാത്രമേ നിങ്ങൾക്കും ദൈവം തരൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആമേൻ. എന്തൊരു പോഴന്മാരാ! ദൈവം സർവശക്തനാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവർ വിചാരിക്കുന്നത് അവരുടെ ആവശ്യത്തിന് എന്ത് കിട്ടിയോ, അവർക്ക് കഞ്ഞിയും ചമ്മന്തിയും കിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും മാത്രമേ ദൈവം തരത്തുള്ളൂ. ദൈവം കഞ്ഞിക്കടയല്ല, 5 സ്റ്റാർ ഹോട്ടലാണ് നടത്തുന്നത്. കഞ്ഞിയും ചമ്മന്തിയും അവിടെ ഉണ്ട്, അത് വേണ്ടവർക്ക് അത് വാങ്ങി കഴിക്കാം. 5 സ്റ്റാർ ലഞ്ച് വേണ്ടവർക്ക്, ഡിന്നർ വേണ്ടവർക്ക് അതും ഉണ്ട്. ചുമ്മാ പറയും അല്ലെന്നേ. എൻ്റെ ദൈവം സർവശക്തനാണ്, നിങ്ങളുടെ ആവശ്യത്തിനൊത്തവണ്ണം നൽകുവാൻ എൻ്റെ കർത്താവിൻ്റെ പക്കലുണ്ട്. അതാണ് ആ മറുപടി. എന്താ? അവരുടെ വിശ്വാസം പോലെ. എന്താ വിശ്വസിക്കുന്നത്? അവരാഗ്രഹിക്കുന്ന, അവർ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്ന ആ കാര്യം തന്നെ. ഇരുട്ട് മാറണം, അല്ലേ? നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കുവാൻ പോവുക. നിങ്ങൾ എന്ത് വിശ്വസിച്ച് ഇന്ന് ഈ മെസ്സേജിനൊപ്പം ആയിരിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുക. ആരെങ്കിലും പറഞ്ഞതോ, നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതോ, അയ്യോ അതൊക്കെ അങ്ങ് മായ്ച്ചുകളാം, എല്ലാം മായ്ച്ചുകളാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താവശ്യമാണോ, സ്തോത്രം, എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ, അത് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ പോവുക. ഓക്കെയാണോ? അതേന്നെ, അതാ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ പോകുക. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. അതെ, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളത് വിശ്വസിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുക. അപ്പോൾ 28 വരുമ്പോൾ നിലവിളിക്കുന്ന നിലവിളിച്ച് കരുണയ്ക്കായി നിലവിളിക്കുന്ന ആ കുരുടന്മാർ, അവരെ കർത്താവായ യേശു ക്രിസ്തു സന്ദർശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ സന്ദർശിക്കുന്നത് പോലെ ഇനിയും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഭാവനയിലൊന്ന് കാണുവാൻ ശ്രമിക്കുക. നമ്മൾ യേശുവിൻ്റെ അടുക്കലാണ്, യേശു എന്നിലൂടെ സംസാരിക്കുന്നു. നിങ്ങളത് ആ കുരുടന്മാരെ പോലെ കേൾക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുകയാണ് ആ കുരുടന്മാരോട്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടെ ശ്രദ്ധിക്കണമേ, കുരുടന്മാരാണ്. അവരവിടെ പറയുന്നില്ല ഞങ്ങൾക്ക് കാഴ്ച തരണമേ. അവരുടെ ഹൃദയത്തിനകത്ത് ആവശ്യഭാരത്തോടെയുള്ള ആഗ്രഹമുണ്ട്. എന്താ? ഞങ്ങൾക്കും വെളിച്ചം കാണണം, ഞങ്ങൾക്കും നന്നായി ജീവിക്കണം, ഞങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണം, അല്ലേ? പലർക്കും പുറത്ത് പറയാൻ തന്നെ മടിയാ, പക്ഷെ ഉള്ളിലുണ്ട്.
എനിക്കും സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി വയ്യ ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ, ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കാൻ. ഇനി വയ്യ, ഇനി സന്തോഷമായിട്ട് ജീവിക്കണം, ഇനി സമാധാനമായി ജീവിക്കണം, ഇനി സ്വസ്ഥമായിരിക്കണം, ഇല്ലേ? അപ്പോൾ കർത്താവ് ചോദിക്കേ, ഇത് ചെയ്യുവാൻ സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം അത് നിവർത്തിച്ചു തരുവാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചോദ്യമാ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ആ കുരുടന്മാർ കേട്ടതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുക. നിങ്ങളായിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ആ ജീവിതത്തിൽ വെളിച്ചത്തെ നൽകുവാൻ, നിങ്ങൾക്ക് മുമ്പിലുള്ള ലോകത്തെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും വിധമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ കുരുടന്മാർ അത് കേൾക്കുകയാണ്. അതേ, നിങ്ങളത് കേൾക്കുകയാണ്. അപ്പോൾ കുരുടന്മാരിൽ നിന്ന് എന്താ മറുപടി ഉണ്ടാകുന്നത്? ഊവ് കർത്താവേ. റെഡിയാണോ? പ്രാക്ടീസ് ചെയ്താലോ? ഊവ് കർത്താവേ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഊവ് കർത്താവേ എന്ന് പറയണം. താങ്ക് ഗോഡ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുക. വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഈ സമയം ചെലവഴിക്കുന്നത് ദൈവസന്നിധിയിൽ, വചനം കേട്ട് പ്രാർത്ഥിച്ച്, അല്ലേ? ഒത്തിരി നാളായില്ലേ? സഹോദര, നീ ഉപവാസമാണ്. ആ ജോലി സ്ഥലത്ത് വല്ലാതെ ബാധിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതിൽ നിന്നൊരു പരിഹാരത്തിന് വേണ്ടി ഉപവസിക്കുന്നത്. ആ ഉപവാസത്തിൻ്റെ റിസൾട്ട് ഇന്ന്, യേശുവിൻ നാമത്തിൽ സാക്ഷ്യമാണ്, വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക. ചില പുതിയ കാൽവയ്പ്പുകൾക്ക് തക്കവണ്ണം നിൻ്റെ തൊഴിൽ മേഖല നിനക്ക് അനുഗ്രഹമായി മാറുവാൻ പോകുക. മീൻസ് അവിടെ നീ വെളിച്ചം കാണുവാൻ പോകുക, അവിടെ നീ നല്ലത് കാണുവാൻ പോകുക. ഒന്നും കാണുവാനില്ലാത്ത ഇരുട്ട് മാത്രമുള്ള നിൻ്റെ തൊഴിൽ മേഖല അനുഗ്രഹമായി മാറുവാൻ പോകുക. താങ്ക് ഗോഡ്. സഹോദരി, നീ ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ കുടുംബജീവിതം ആ പ്രശ്നം, അത് ഇരുട്ടിനകത്തായിരിക്കുക. സ്തോത്രം. നീ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിലുപരിയായി കരയുന്നുണ്ട്. സ്തോത്രം. കർത്താവ് മറുപടി തരിക, ഇരുട്ട് മാറുക. ആ മുറിക്കകത്തുനിന്ന് നീ പുറത്തു വരുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ, മക്കളെക്കുറിച്ച് ഓർത്ത് വല്ലാത്ത ഭാരമാണ്. മക്കളുടെ അഡ്മിഷൻ ശരിയാകുന്നില്ല, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അവരുടെ സ്വഭാവവും കൂടെ നിന്റെ കണ്ണുനീരിനും ഇന്ന് അറുതി വരുവാൻ പോകുക. പ്രാർത്ഥിക്കുക. ദൂതാണേ, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം പോലെ അത് സംഭവിക്കാൻ പോവുക. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം ആ കുരുടന്മാർ കേട്ടതുപോലെ നിങ്ങൾ കേൾക്കും. അപ്പോൾ ഊവ് കർത്താവേ എന്ന് വിശ്വാസത്തെ പ്രഖ്യാപിക്കണം. അതേ, ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി, നീ അനുഭവിക്കുന്ന ആ ഇരുട്ട് നിറഞ്ഞ അവസ്ഥ, ജോലിയുണ്ട്, നന്മയില്ല, ശമ്പളം കിട്ടുന്നില്ല, ജോലി സ്ഥലത്ത് പ്രശ്നമാണ്, ഇരുട്ടാണ്, ജോലിയില്ലായ്മ എന്ന ഇരുട്ടാണ്, കാത്തിരിപ്പ് ഏറെയാകുന്നു, നല്ലതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, വരുമാനമില്ലാത്തവനായി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവളായി പ്രതീക്ഷയോടെ കയറിപ്പോയി, അവിടെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ജോലി സാഹചര്യം അനുകൂലമല്ല, ഇരുട്ടിലാണ്. ആ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ എൻ്റെ കർത്താവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ആ ഇരുട്ടിനെ മാറ്റി നിന്റെ ജീവിതത്തിൽ വെളിച്ചം വരുത്തുവാൻ അനേകർ സന്തോഷമായി ജോലി ചെയ്ത് ജീവിക്കുന്നത് പോലെ നിനക്കും ജീവിക്കുവാൻ കഴിയും വിധത്തിൽ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? സ്തോത്രം. നീ വിശ്വസിക്കുന്നുവോ? സഹോദര സഹോദരി, നീ വിശ്വസിക്കുന്നുവോ? ഊവ് കർത്താവേ എന്ന് വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ ആ വെളിച്ചം കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജോലിയില്ലായ്മ എന്ന ഇരുട്ട് മാറുക, ജോലി സ്ഥലത്തെ വെല്ലുവിളി എന്ന ഇരുട്ട് മാറുക. യേശുവിൻ നാമത്തിൽ വഴി തുറക്കപ്പെടുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് താങ്ക് ഗോഡ്. സ്തോത്രം. ചിലർ ജോലിക്കാരായി മാറുവാൻ പോകുക, അപ്പോയിൻമെന്റ് ലെറ്ററുകൾ കരങ്ങളിൽ വരുവാൻ പോകുക, ജോലി സ്ഥലത്തെ അനിശ്ചിതത്വങ്ങൾ മാറുവാൻ പോകുക, ശമ്പളമില്ലായ്മ അനുഭവിക്കുന്ന ചില മാസങ്ങൾ, അതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുക, ശമ്പളം കരങ്ങൾ ലഭിക്കുക, ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ വെളിച്ചം. ആമേൻ. സഹോദര സഹോദരി, വെളിച്ചം. ആമേൻ. സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ട്, നിനക്കൊപ്പം നിൽക്കാത്തതുകൊണ്ട്, മദ്യപാനിയായി തീർന്നതുകൊണ്ട്, പലരുടെയും ഇഷ്ടപ്രകാരം ജീവിക്കുന്നതുകൊണ്ട്, ഇരുട്ട് മാത്രമുള്ള നിന്റെ ജീവിതത്തിൽ വെളിച്ചം വരുത്തി തരുവാൻ നിന്റെ ഭർത്താവിനെ നിനക്കൊപ്പം ചേർത്ത് നിർത്തി, ലോകം പറയുന്നത് പോലെയല്ല അവൻ ഇനി മടങ്ങി വരത്തില്ല, അവനെ ഇനി കിട്ടത്തില്ല, അവൻ പോയി എന്ന് പറയുന്ന ആ വൃത്തികെട്ട മനുഷ്യർ പറയുന്നത് പോലെയല്ല, ആ പിശാചിൻ്റെ സന്തതികൾ പറയുന്നത് പോലെ അല്ല, അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മടക്കി വരുത്തി. സഹോദരി സഹോദര,
നിന്റെ ഭാര്യ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകന്നുപോയി. അത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതെ, അവളെ തിരികെ വരുത്തി നിന്റെ ജീവിതത്തെ വെളിച്ചം നിറഞ്ഞതാക്കി തീർക്കുവാൻ, മനോഹരമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് വിശ്വാസം ഏറ്റു പറയുന്ന സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിലെ ആ ഇരുട്ട് മാറുക. കുടുംബ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ഇരുട്ടിലായിപ്പോയ, സ്തോത്രം, ഭർത്താവ് അകന്നുപോയി, ഭാര്യ അകന്നുപോയി, അതേ ഇരുട്ടിലായിപ്പോയ നിന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുവാൻ പോകുക. നീ നല്ലത് കാണുവാൻ പോകുക. സ്തോത്രം, നീ സന്തോഷമുള്ളത്, കുടുംബ ജീവിതത്തിലെ സന്തോഷങ്ങൾ നീ കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ, ആമേൻ, ആമേൻ. മാതാവേ, പിതാവേ, മക്കൾ പരാജയപ്പെട്ടു, റിസൾട്ട് ഉണ്ടാകുന്നില്ല, ജോലി കിട്ടുന്നില്ല, മോശം സ്വഭാവങ്ങൾ, അവരുടെ ജീവിതം ഇരുട്ടിലായി തീർന്നിരിക്കുന്നു, നല്ലതൊന്നും അവിടെ കാണുവാനില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് ലോകപ്രകാരം ജീവിച്ച് നാറ്റമായി തീർന്ന നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് മദ്യവും മയക്കുമരുന്നും മറ്റു മോശം സ്വഭാവങ്ങളും കൂട്ടുകൂടിയ അതേ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുവാൻ, അതെ ആ ഇരുട്ട് മാറ്റി വെളിച്ചം വരുത്തി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? കർത്താവേ, അതേ വിശ്വാസം പ്രഖ്യാപിക്കുന്ന മാതാവേ, പിതാവേ, അവരുടെ ജീവിതത്തിൽ നിന്ന് നീ നല്ലത് കാണുവാൻ പോകുക. അവർ മുഖാന്തരം നിന്റെ ജീവിതത്തിലുള്ള ഇരുട്ട് മാറുക, അവരുടെ ഭാവി മേലുള്ള ഇരുട്ട് മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഇരുട്ട് മാറുക. പ്രാർത്ഥിച്ചാട്ടെ, നീ വിശ്വസിക്കുന്നത്, ഇപ്പോൾ നീ വിശ്വസിക്കുന്നത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതെ, അതെ മാതാവേ, പിതാവേ, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം വിശ്വാസമായി പുറത്തു വരുമ്പോൾ അത് സംഭവിക്കുവാൻ പോകുക. മക്കളെ, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്, സാഹചര്യം നോക്കണ്ട, ആ രാജ്യത്ത് നീ കടന്നു പോകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ രാജ്യത്തിൻ്റെ വാതിൽ നിനക്ക് മുമ്പ് എൻ്റെ കർത്താവ് തുറന്നു തരിക. യേശുവിൻ നാമത്തിൽ ആ റിസൾട്ട് നിനക്കുണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ ആ റിസൾട്ട് നിനക്കുണ്ടാകുവാൻ പോകുക? ആ ജോലി കിട്ടുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? സ്തോത്രം, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. അങ്ങനെ ഒരു വിവാഹം, നീ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ആ ഒപ്പമുള്ള പിള്ളേരെ പോലെ പഠിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നത് അത് സംഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ഇരുട്ട് മാറിപ്പോകുക, വെളിച്ചം കടന്നു വരുവാൻ പോകുക. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ. മറ്റുള്ളവർക്കൊപ്പമല്ല, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തലമുറകൾ നിൽക്കും ആ ഭവനത്തിനകത്ത്. ഇതൊരു പ്രൊഫറ്റിക്കൽ ദൂതാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് മാതാവേ, പിതാവേ, നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മക്കൾ കാണും. ആമേൻ. നിങ്ങൾ കൊച്ചുമക്കളെ കളിപ്പിക്കും. സ്തോത്രം. ഇരുട്ടാ ഇല്ല, മക്കൾ കൂടെ നിൽക്കുന്നില്ല, കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ കൂടെ ഇല്ല, ഇരുട്ടാ. ആ ഇരുട്ട് മാറുക. നീ വിശ്വസിക്കുന്നില്ലേ? മക്കളെ കളിപ്പിക്കുന്നത്, കൊച്ചുമക്കളെ കളിപ്പിക്കുന്നത് വിശ്വസിക്കുന്നില്ലേ? അതങ്ങനെ സംഭവിക്കുവാൻ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ഇരുട്ട് മാറുക. ആ ഇരുട്ട് മാറുക. രോഗം ഇരുട്ടിലാക്കി, ആ ഇരുട്ടിൽ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് സഹോദര, സഹോദരി, നീ വിശ്വസിക്കുന്നു? കർത്താവേ, വിശ്വാസം ഏറ്റു പറയുന്നവരുടെ ജീവിതത്തിൽ രോഗമെന്ന ഇരുട്ട് മാറുക, ആരോഗ്യമെന്ന വെളിച്ചം കടന്നു വരിക. അതേ, നിനക്ക് ചുറ്റുമുള്ള ലോകം കണ്ട് ആസ്വദിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഇരുട്ട്, അതെ ആ രോഗമെന്ന ഇരുട്ട് നിന്നെ വിട്ട് ഇപ്പോൾ വിട്ടുമാറുക. താങ്ക് ഗോഡ്. ആശുപത്രി കിടക്കയിലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചോട്ടെ, ആ ഇരുട്ട് മാറുക. ജീവിതത്തിലെല്ലാം നല്ലതിനെയും നശിപ്പിച്ച, സന്തോഷത്തെ കവർന്നു കളഞ്ഞ ആ ഇരുട്ട് വീട്ടിനകത്ത് ഒതുക്കി കൂട്ടുന്ന ആ ഇരുട്ട് യേശുവിൻ നാമത്തിൽ വിട്ടുമാറുക. ആമേൻ. നീ ആഗ്രഹിക്കുന്നത് പോലെ. ഇപ്പോൾ എന്താ വിശ്വസിക്കുന്നേ? രോഗമാണ്, ഡോക്ടറൊക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, ഇത് വേറെയാ. നീ വിശ്വസിക്കുന്നത് പോലെ സംഭവിക്കുവാൻ പോകുക. സ്തോത്രം. വിശ്വസിക്കുന്നുവോ? സഹോദര, സഹോദരി, വിശ്വസിക്കുന്നുവോ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് നോക്കരുതേ, ഇങ്ങോട്ട് നോക്ക്. വിശ്വസിക്കുന്നുവോ? എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നുവോ? ആ കുരുടന്മാർക്ക് നോക്കാൻ പോലും പറ്റത്തില്ല, അവർക്ക് കാഴ്ചയില്ല, കേൾവി മാത്രമേ ഉള്ളൂ. ചിലത് മൊത്തത്തിൽ പോയി അങ്ങനെ ആയിരിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. സ്തോത്രം. ആമേൻ. യേശു തൊടുക. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലരെ യേശു തൊടുക. വിശ്വസിക്കുന്ന, ആ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ചിലരെ യേശു തൊടുക. ശുശ്രൂഷക, നീ ആഗ്രഹിച്ചതുപോലെ കർത്താവ്
നിന്നോട് സംസാരിച്ചതുപോലെ ആ ദേശത്ത് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും. ഇന്ന് നീ ആയിപ്പോയ ഇരുട്ടിൻ്റെ അനുഭവം ആരെയും നിനക്ക് കാണുവാനില്ല, നിന്നെ ആർക്കും കാണുവാനും വേണ്ട, നിന്നെ ആർക്കും കാണാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒരുവൻ ഉണ്ടോ? വിഷമമാണ്. അയ്യോ ദേവദാസ, വലിയ സങ്കടമല്ലേ? വിശ്വസിക്കുന്നുവോ? ഈ ഇരുട്ട് മാറ്റി തരുവാൻ എൻ്റെ യേശുവിനെ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇരുട്ടിലായിപ്പോയി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിനെ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഉപകർത്താവെ എന്ന് ഏറ്റുപറയുന്ന നിന്റെ ജീവിതത്തിൽ സ്തോത്രം, ആ വെളിച്ചം കടന്നു വരിക. ആമേൻ ആമേൻ. അനേകരുടെ മുമ്പിൽ നീ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക. മാതാവേ, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക. ദേശത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേകരെ നീ നേടിയെടുക്കുവാൻ. യെസ്, ആമേൻ ആമേൻ ആമേൻ. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കും. വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് കുടുംബമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കും, ആലയത്തിൽ കടന്നു പോകും. അതിന് കഴിയാത്ത വിധത്തിൽ പിശാചുണ്ടാക്കി ഇരുട്ട് മാറിപ്പോകും. വിശ്വസിക്കുന്നുവോ? കർത്താവേ എന്ന് പറയുന്നവർ ആ വിധത്തിൽ അവരുടെ ഭവനങ്ങളിൽ പ്രാർത്ഥന ഉയരുവാൻ പോകുക. നിങ്ങൾ ഒരുമിച്ച് ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആലയത്തിൽ കടന്നു വരുവാൻ പോകുക. സ്തോത്രം. ഭക്തനായ യോശുവയെ പോലെ പാടുവാൻ പോകുക. ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ദൈവത്തെ സേവിക്കുവാൻ പോകുക. സഹോദര, ഇരുട്ട് നിറഞ്ഞ ആ ബിസിനസ് വെളിച്ചമുണ്ടാകുവാൻ വേണ്ടി, നല്ലത് സംഭവിക്കുവാൻ വേണ്ടി, നല്ലത് അനുഭവിക്കുവാൻ വേണ്ടി നീ തുടങ്ങി. ഇന്ന് നിന്റെ ജീവിതത്തെ തന്നെ അത് ഇരുട്ടിലാക്കിയിരിക്കുന്നു, ബാധ്യതയിലാക്കിയിരിക്കുന്നു, കടത്തിലാക്കിയിരിക്കുന്നു. ആ ഇരുട്ട്, കടമെന്ന ഇരുട്ട്, ബാധ്യത എന്ന ഇരുട്ട്, തകർച്ച എന്ന ഇരുട്ട് മാറ്റി നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? കർത്താവേ എന്ന് വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിന്റെ ജീവിതത്തിൽ അതേ ആ ഇരുട്ട് മാറുക, കടമെന്ന ഇരുട്ട് മാറുക, ബാധ്യത എന്ന ഇരുട്ട് മാറുക, ആ ബിസിനസിന്റെ തകർച്ച എന്ന ഇരുട്ട് വിട്ടുമാറുക. സ്വദേശത്തും വിദേശത്തും സ്തോത്രം, ബിസിനസ്സുകൾ തുടങ്ങി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, അതെ നിങ്ങളോട് തന്നെയാണ്. ആ ഇരുട്ട് മാറി വെളിച്ചം കടന്നു വരുവാൻ പോകുക. സ്തോത്രം. ആ ദാരിദ്ര്യം എന്ന ഇരുട്ട് മാറുക, കടമെന്ന ഇരുട്ട് മാറുക. യേശുവിൻ നാമത്തിൽ പരാജയം എന്ന ഇരുട്ട് മാറുക. ആ ഇരുട്ടിനെ മാറ്റി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ ആ വെളിച്ചം കാണുവാൻ പോകുക. അതിന് തക്കവണ്ണം നിങ്ങളെ കർത്താവ് തൊടുക. സ്തോത്രം. അവൻ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെ കർത്താവ് തൊടുക. അമ്മേൻ ആമേൻ. ചിലരെ കർത്താവ് തൊടുക. സ്തോത്രം. കർത്താവ് തൊടുന്നവർ വെളിച്ചം കാണുക. അവരുടെ ജീവിതത്തിൽ നിന്ന് ഇരുട്ട് മാറിപ്പോകുക, നിരാശ മാറിപ്പോകുക, കണ്ണുനീരിൻ്റെ അനുഭവം മാറിപ്പോകുക. അമ്മേൻ. സ്തോത്രം. ഇതൊരു ഭയങ്കര പ്രാർത്ഥനയല്ലേ? വിശ്വാസം പ്രഖ്യാപിക്കണം. ഭക്തനെ പോലെ പ്രാർത്ഥിക്കുമല്ലോ. ഇന്ന് എൻ്റെ ദൈവത്തിന് കഴിയും. ഈ മെസ്സേജ് കേട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് തരുവാൻ യേശു മതിയായവനെന്ന വിശ്വാസം വലിയ വിശ്വാസമാണ് കേട്ടോ. ആ വലിയ വിശ്വാസം ഉണ്ടാകുമ്പോൾ യേശു നിങ്ങളെ തൊടും. അത് നിങ്ങളുടേതായി മാറും. ആരെങ്കിലും പറയുന്നതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതായി മാറും. അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? എന്നൊന്ന് പറയണു. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ഇഷ്ടമല്ല, മറ്റാരുടെയെങ്കിലും ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് ഞാൻ മടികൂടാതെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്വരയിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനും അവനിൽ നിന്ന് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാനും ഞങ്ങളെ കർത്താവ് സഹായിക്കും. അതേ, ആ ഇരുട്ട് മാറിപ്പോകുക, വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ കോൺടാക്ട് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലതൊന്നും കാണുവാനില്ലാതെ, നല്ലതിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇരുട്ട് പിടിച്ച അവസ്ഥയിലായിരിക്കുന്ന ഇവരുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇന്ന് വെളിച്ചത്തെ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വെളിച്ചമുള്ള പുതിയൊരു ലോകം, ചുറ്റുപാടും സന്തോഷിക്കുന്നവർക്കൊപ്പം സന്തോഷിക്കുന്ന, ചുറ്റുപാടും പലതുമുള്ളവർക്കൊപ്പം പലതുമുള്ളവരായി ഇവർ മാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഈ ദിവസം മാറട്ടെ. അപ്പാ, രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ. രോഗമെന്ന ഇരുട്ട് മാറുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് വർഷങ്ങളായി ആ ഇരുട്ടിലായിരിക്കുന്നവർ വെളിച്ചത്തിലേക്ക് കടന്നു വരിക. സൗഖ്യം വ്യാപരിക്കുക. വിട്ടുമാറാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല രോഗബന്ധനം നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ ഇരുട്ട് മാറട്ടെ. ജോലിയില്ലായ്മ എന്ന ഇരുട്ട് മാറട്ടെ. വരുമാനമില്ലായ്മ എന്ന ഇരുട്ട് മാറട്ടെ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ജോലികളുടെ
ലഭിക്കുക. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരുക. അതിന് വിരോധമായി വെല്ലുവിളിക്കുന്ന സ്തോത്രം ഇരുട്ടിലാക്കി കളയുന്ന ശത്രുവിൻ്റെ പദ്ധതികളും ഇപ്പോൾ തകർക്കപ്പെടുക. വെളിച്ചമുണ്ടാകുക. ശമ്പളം വാങ്ങുന്നവരായി മാറുക. കടം മാറുക. കടമെന്ന ഇരുട്ട് മാറുക. ബാധ്യത മാറുക. പലിശ കടമെന്ന ഇരുട്ട്, ജപ്തി നോട്ടീസ് എന്ന ഇരുട്ട് യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാറുക. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. ഡിവോഴ്സ് എന്ന ഇരുട്ട്, ഭർത്താവ് ഒപ്പമില്ല, ഭാര്യ ഒപ്പമില്ല, മക്കളൊപ്പമില്ല, ആ ഇരുട്ട് മാറുക. കുടുംബജീവിതങ്ങളിൽ വെളിച്ചമുണ്ടാകുക. അത് പണിയപ്പെടുക. ആമേൻ ആമേൻ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിലുള്ള ഇരുട്ട് മാറുക. ഭാവി മേലുള്ള ഇരുട്ട് മാറുക. വിവാഹം നടക്കുവാൻ പോകുക. ആ തടസ്സം മാറുക. യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറുക. 2022 നിന്റെ തലമുറ വിവാഹം കഴിഞ്ഞ് നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ കാത്തിരിപ്പിന് മാതാവേ അറുതി ഉണ്ടാകുവാൻ പോകുക. എങ്ങനെ സംഭവിക്കും? എൻ്റെ ദൈവത്തിന് കഴിയും. നീ ആഗ്രഹിക്കുന്നത് പോലെ തലമുറകൾക്ക് ജോലി ഉണ്ടാകുവാൻ പോകുക. ആ അഡ്മിഷൻ അവർക്ക് കിട്ടുവാൻ പോകുക. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരുവാൻ പോകുക. ആ ഇരുട്ട് മാറുക. തലമുറകളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന ആ ഇരുട്ട് മാറുക. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മുഖാന്തരം അവരുണ്ടാക്കുന്ന ഇരുട്ട് മാറിപ്പോകുക. വെളിച്ചമുണ്ടാകുക. ആമേൻ ആമേൻ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ആ ഇരുട്ട് മാറുക. തകർച്ച എന്ന ഇരുട്ട്, പരാജയം എന്ന ഇരുട്ട് വിട്ടുമാറുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയാതെ തകർത്ത് കളഞ്ഞ ശുശ്രൂഷ, തകർക്കപ്പെട്ട ശുശ്രൂഷകന്മാർ, ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക. വെളിച്ചമുണ്ടാക്കിയ പ്രാർത്ഥിച്ചാട്ടെ. സ്വന്തം ഭവനമെന്ന വെളിച്ചം. സ്തോത്രം സ്തോത്രം. വസ്തുക്കൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, പ്രാർത്ഥിക്കുക. സ്തോത്രം സ്തോത്രം. ഇരുട്ട് മാറുക. എല്ലാം ഇരുട്ട് മാറുക. നിരാശയും കണ്ണുനീരും പല്ലുകടിയും പദം പറച്ചിലും മാറുക. യേശുവിൻ നാമത്തിൽ ഇവിടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.